ത്രിയേക ദൈവത്തിന് സ്തുതി. വലിയ നോയമ്പിൻ്റെ ഈ 7-ാമത്തെ ദിനത്തിൽ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നേ ദിവസം നാം ആധാരമായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കറിയാവുന്ന രംഗമാണ്. യേശുവിൻ്റെ അമ്മയും സഹോദരങ്ങളും യേശു പ്രസംഗിക്കുന്ന ഇടത്തു ചെന്നു. അപ്പോൾ യേശുവിനെ അറിയിച്ചു അമ്മയും സഹോദരന്മാരും വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ യേശുവിൻ്റെ മറുപടിയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു. ഒറ്റ നോട്ടത്തിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നാം യേശു തൻ്റെ അമ്മയെ സഹോദരന്മാരെ തള്ളിപ്പറഞ്ഞതാണ് എന്ന്. പക്ഷേ സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? യേശു അവൻ്റെ ബന്ധുത്വത്തെ വലുതാക്കുകയായിരുന്നു. അല്ലെങ്കിൽ യേശുവിൻ്റെ അമ്മയാവാൻ, സഹോദരനാവാനുള്ള യോഗ്യത എന്താണെന്ന് ആ യേശുവിൻ്റെ സാഹോദര്യത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയായിരുന്നു. എങ്ങനെ? ദൈവഹിതം നിറവേറ്റുന്നവരൊക്കെ എൻ്റെ കുടുംബമാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ സഹോദരന്മാരാണ്. ദൈവഹിതം നിറവേറ്റുന്നവർ. ഇന്നത്തെ നമ്മുടെ ചിന്തയിൽ ഈ വാക്കാണ് പ്രധാനപ്പെട്ടത്. ദൈവഹിതം അല്ലെങ്കിൽ ദൈവഹിതം നിറവേറ്റണം. അതെങ്ങനെയാണ് ദൈവഹിതം നിറവേറ്റുന്നത്? ഇത് വലിയൊരു ഭാരപ്പെട്ട കാര്യമാണ്, നമുക്ക് മനസ്സിലാവാത്ത കാര്യമാണ് എന്നൊന്നും വിചാരിക്കേണ്ട. ദൈവഹിതം നമ്മുടെ അനുദിന ജീവിത വ്യാപാരത്തിൽ നമുക്ക് നിറവേറ്റാൻ കഴിയും. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ദൈവത്തിന് എതിരായ കാര്യങ്ങൾ ഒഴിവാക്കാനെങ്കിലും നമുക്കിടയായിത്തീരും. ഒരു വാക്ക് പറയാൻ തുടങ്ങുമ്പോൾ ഒരു സംസാരത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ചോദിക്കണം, ഇത് ദൈവഹിതമാണോ? മിക്കവാറും ഉത്തരം അല്ല എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് മിണ്ടാതിരിക്കുവാനായി നാം ശ്രദ്ധിക്കണം. ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ തന്നെ നാം ചോദിക്കേണ്ടത്, ഇത് സംഭവം കൊള്ളാം, വളരെ അട്രാക്റ്റീവായിട്ടുള്ള കാര്യമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പേർ എന്നെ അഭിനന്ദിക്കാൻ, അനുമോദിക്കാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നല്ലതാണ്. പക്ഷേ ചോദ്യം, ദൈവഹിതമാണോ? ദൈവത്തിൻ്റെ മനസ്സിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടാകുമോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ അത് ചെയ്യാതിരിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്നത്തെ സന്ദേശം ഇത്രമാത്രം. ദൈവ ഇഷ്ടം അല്ലെങ്കിൽ ദൈവഹിതം നിറവേറ്റി തുടങ്ങാം നമുക്ക്. എൻ്റെ നോക്കിലും എൻ്റെ വാക്കിലും എൻ്റെ പ്രവൃത്തിയിലുമെല്ലാം ദൈവഹിതമുണ്ടോ എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക. ദൈവ ഇഷ്ടത്തിനെതിരായുള്ള സകല കാര്യങ്ങളും മാറ്റാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവ ഇഷ്ടം നിർവഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.